ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമായി മാറി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇതാ അടൂർ പ്രകാശിനെ അടക്കം UDF കൺവീനറെ അടക്കം ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുത്തു, അതേപോലെ PS പ്രശാന്തിൻ്റെ മൊഴിയെടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഒരു ജാഗ്രതക്കുറവ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വല്ലാതെ രാഷ്ട്രീയമായി CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ആരൊക്കെ ചോദ്യം ചെയ്യണോ, ആരൊക്കെ പിടിക്കണോ, ആരൊക്കെ അറസ്റ്റ് ചെയ്യണോ എന്നെല്ലാം ഉള്ളത് SIT തീരുമാനിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ കീഴിൽ നടക്കുന്ന SIT അന്വേഷണത്തെ പൂർണ്ണ പിന്തുണ നൽകി ഏറ്റവും ശരിയായ ദിശാബോധത്തോടുകൂടി കൈകാര്യം ചെയ്ത പാർട്ടിയാണ് CPIM. അന്നും അതെ ഇന്നും അതെ. ഞങ്ങൾ അന്ന് പറഞ്ഞ 3 കാര്യം ഇന്നും പറയുകയാണ്. 1, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അയ്യപ്പൻ്റെത്. 2, ആരാണോ ഇതിൻ്റെ ഉത്തരവാദി അവരെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. 3, ആരായാലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ഈ 3 കാര്യം ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവസരവാദപരമായ ഒരു നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതില്ല. അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൽ നിരവധിയായ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യട്ടെ, നമുക്കറിയാലോ എന്താണ് ഇതിൻ്റെ അവസാനം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള SIT റിപ്പോർട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാനാവുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ ആയാലും വാസു ആയാലും ആരായാലും അവർക്ക് ആവശ്യമായ നിലപാട് ഞങ്ങൾ സംഘടനാപരമായി സ്വീകരിക്കും. അതുവരെ സംശയത്തിൻ്റെ നിഴലിൽ ആരെയെങ്കിലും എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുക എന്നുള്ളത് CPM-നില്ല. ഏത് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോലാഹലം ഉണ്ടായാലും. പക്ഷേ ഈ CI-മാരെയൊക്കെ ഇപ്പോൾ ഈ ടീമിലേക്ക് കൊണ്ടുവന്നത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ചില രാഷ്ട്രീയ താല്പര്യമുള്ള രാഷ്ട്രീയ ചായ്വുള്ള CI-മാരുണ്ടെന്ന്. അതായത് SIT-യിൽ പുതുതായിട്ട് ചേർത്ത CI-മാർക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടെന്നും SIT അന്വേഷണത്തെ ദുർബലപ്പെടുത്താനും വഴിതിരിച്ചുവിടാനും വിവരങ്ങൾ ചോർത്താനുമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേരെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കുതറിച്ചാട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. അത് സ്വന്തം ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ടുള്ള സമീപനവുമാണ്. ഈ കൊള്ളക്ക് അനുകൂലമായ നിലപാടാണ്. പക്ഷേ ഇനി ഞാൻ അധികം എടുക്കുന്നില്ല, നമുക്ക് വിശദമായി മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. 2026 അങ്ങനെ പുതുവത്സരത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നൊരു രീതി ഉണ്ടോ മാഷിന്? പുതിയ പ്രതിജ്ഞ അങ്ങനെ ഒക്കെ? വ്യക്തിപരമായ പ്രതിജ്ഞയൊന്നുമില്ല. ഈ ലോകം പ്രപഞ്ചം അതിൻ്റെ ചലനാത്മകതയിൽ രൂപം കൊള്ളുന്ന ഒരു പ്രത്യേക ദിവസം മാത്രമായിട്ടല്ലേ ഈ ദിവസത്തെ കാണേണ്ടിയുള്ളൂ. അത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പുതുവത്സരം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയും വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും കാലം രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വർഷമായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. താങ്ക് യു മാഷെ. അങ്ങനെ തന്നെ ആവട്ടെ. മാഷിനും ആശംസിക്കുന്നു. ഗംഭീരമായൊരു രാഷ്ട്രീയ വർഷമാവട്ടെ 2026. താങ്ക് യു മാഷെ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോവിന്ദൻ മാഷാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാചകങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും CPM-നില്ല എന്നുള്ള കാര്യം അസന്ദിഗ്ധമായി മാഷ് പറയുന്നു. CPI ചതിയൻ ചന്തു എന്ന് വിളിച്ച പ്രയോഗത്തോട് യോജിക്കുന്നില്ല. അത്തരം കാലുഷ്യമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പരാമർശത്തെയും CPM അംഗീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ ആ അർത്ഥത്തിൽ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതശേഷി എത്രയുണ്ട് എന്നുള്ളത് CPM തിരിച്ചറിയുന്നു. നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, അത് വെള്ളാപ്പള്ളി നടേശനല്ല, ആര് പറഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രദേശത്തെ വർഗീയമായ ചുവയോടുകൂടി പരാമർശിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് CPM അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലാണെങ്കിലും അക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചാർജ് ഷീറ്റ് വരുമ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വാസുവല്ല, പത്മകുമാറല്ല, ആരാണെങ്കിലും പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഉറപ്പു നൽകുന്നു.